മറന്നുപോയൊന്നുമല്ല, വയ്യായ്മ. ഉറക്കം കഴിഞ്ഞോ? എന്നാ വാ. എന്ന് വേർമാനത്തി ഉറങ്ങുന്ന സൂപ്പറാണോ? അടിപൊളി. ചേച്ചാച്ചി പോയടി, രാവിലെ പോയി, വെളുപ്പിന് പോയി. തന്നെ പോയി. ശ്യാമളമ്മ ചേച്ചാച്ചിയെ വിട്ടിട്ട് അപ്പോഴേ കയറി കിടന്നാ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അവ കിടന്നുറങ്ങുന്നുണ്ട്. ഇനി എല്ലാവർക്കും എഴുന്നേക്കാം. ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന പെട്ടിയല്ലേ ഇത്? അപ്പം ഇവിടെ വേണ്ടല്ലേ, ഇവിടെ ചുമ്മാ നനയും. ഇവിടെ കസേര അത് നനയും, എന്നാലും വേണ്ട. പൈസ കുടിച്ചാൽ പോകണോ? എൻ്റെ പൊന്നെ, എന്നായാലും ഇപ്പോഴാലും എണീറ്റല്ലോ, 9 മണി 12 ആയാലും കുഴപ്പമില്ലടാ. പൈസ കുടിക്കാൻ എണീറ്റതാ. കുഞ്ഞൊരു ഇത് വിലയാതിട് കഴിക്കണം. മൊത്തം കഴിച്ച് തീർത്തോണം. ഇവിടെ പായസം മിച്ചം വന്നേക്കരുത്. ശംഭു കഴിച്ചു. അയ്യോ ജയഹനുമാൻ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, വിളഞ്ഞതാ. അതുകൊണ്ടോ? എനിക്ക് പക്ഷെ ഇപ്പം വേണ്ട, വിശക്കും മതി. പണ്ട് എല്ലാരും പറയാം എനിക്ക് ഭയങ്കര തൊലിക്കെട്ടി പോകുന്നതാണ്. ഇവിടുന്ന് കിട്ടിയാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേണം നോക്കാം. അങ്ങോട്ട് ശ്യാമമ്മയാണോ? ശ്യാമമ്മയ്ക്ക് തൊലിക്കെട്ട് കൂടുതലാണെങ്കിൽ അമ്മ ഇപ്പൊ ചേട്ടാക്ക് എന്നാ പറഞ്ഞാലും പൊക്കോ അവൻ എന്നെ എന്താ പറയാ, എനിക്കെന്നാ നോത്തോണ്ടിരിക്കുന്നു. അതൊക്കെ അതിനെയൊക്കെ തള്ളി കളച്ചിട്ടാ ആ സംഭവങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് വേണം. ഇതങ്ങനല്ല, അതിന്റെ മനസ്സിലിട്ട് അങ്ങനെ പറഞ്ഞു, ചേച്ചത്തിന് അങ്ങനെ പറഞ്ഞല്ലോ, ആലോ മൈൻഡ് എന്നെ കണ്ടോടിക്കും, എന്നെ തൊലിക്കെട്ടി, ഇതാണ് തൊലിക്കെട്ടി, എന്നെ പറയാനും ഒരു വിഷയം വരരുത്. ഇന്നലെ തൊട്ട് മോന്ത വീർപ്പിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുക. ഇന്നലെയോ മിനിഞ്ഞാന്ന് പോയിട്ട് പിന്നെ വീർപ്പിച്ചോ? അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഒന്ന് തെളിഞ്ഞായിരുന്നു, പിന്നെ പോയി. ഇനി ഇത് ഒരാഴ്ച ഇങ്ങനെ പോകും. എവിടെ തുടങ്ങി? ഞാൻ രാവിലെ എണീറ്റപ്പോ തൊട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇന്നലെ തെളിഞ്ഞായിരുന്നു രാവിലെ ശാല നേരം. എനിക്ക് തോന്നിയതായിരിക്കും. ചെയ്യത്തില്ല, അത് അങ്ങനെയാ. പുള്ളിക്കാരിക്ക് ഒരു തീരുമാനമുണ്ട്. ഞാൻ ആ തീരുമാനത്തിൽ മാത്രമേ നടക്കുള്ളൂ. യാതൊരു മാറ്റം മാറ്റാൻ നമ്മൾ ശ്രമിക്കാതിരിക്കാവോ?
എന്നിട്ട് എല്ലാരും പറയുന്നത് എന്നാ ഞാൻ പീഡിപ്പിച്ചതാണ്. കണ്ടോ ഈശശല്യം. ഇവിടെ ഈച്ചയുടെ ശല്യം അങ്ങനെ ഉണ്ടായിരുന്നല്ല, ഇപ്പം അത് ഈയിടെയായിട്ട് ഇവിടെ തുടങ്ങി. എല്ലാം അവനകത്ത് വിട്ട്. കൊതു തുടങ്ങി. ശാമ്പൊക്കെ അവിടെ എന്തേലും സംസാരിച്ചില്ലല്ലോ. സംസാരിക്കണ്ട, ഇങ്ങോട്ട് വിളിക്കുമ്പോ സംസാരിക്കാം. ഉദയം കൊച്ചൻ വന്നില്ല. ആര് ഉദയം കൊച്ചനോ? ഉദയം കൊച്ചന്റെ വീട്ടിലുണ്ട്. മുത്തിന്റെ അമ്മയുണ്ട്, സരസ്വതിയുണ്ട്, പപ്പയുണ്ട്, എല്ലാം ഉണ്ട് വീട്ടില. എന്റെ വീട്ടിലാക്കിയുണ്ട്. അന്നാമികയുണ്ട്, അന്നാമികയുടെ കൂട്ടുകാരുണ്ട്. നിന്റെ വീട്ടിലോ? ബിരിയാണി പറഞ്ഞ കുറച്ച് കുരുമന്തി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. കുറച്ച് കുരുമുളകോ? കുഴിമന്തി ആര്? സ്കൂളില്. പിന്നെ പൊറേട്ട. അനാമിക നിന്റെ വീട്ടിൽ അനാമിക കുഴിമന്തി കഴിച്ചോ? അനാമിക ഞാൻ കണ്ടില്ലല്ലോ. അന്നാമികയുടെ കൂട്ടുകാരി എന്നെ അടുത്ത ദിവസം സ്കൂളിൽ വിടുവോ? സ്കൂളിൽ വിട്ടാല് സ്കൂളിൽ വന്നതിന്റെ ആണോ? അല്ല, മുടിയുടെ സ്മെല്ല്. കുളിച്ചല്ലേ? എന്നിട്ട് കുളിച്ച് ഷാമ്പൂട്ട് കുടിച്ചോ? ഷാമ്പൂട്ടില്ല. പിന്നെന്താ വേണം? സോപ്പിന്റെ ഇതിന്റെ ലോഷന്റെ മണം. അമ്മേ ഞാൻ പറയട്ടെ, അമ്മേ തലക്കെട്ട് എന്തിനാ അടിക്കുന്നത്? എന്നാലേ നിനക്ക് വിരവുള്ളോ മറ്റേ ഇത് ചിന്ത? കിക്കിലി ചേർത്തിയാണോ നീ? കിക്കിലി ചേർത്തി അല്ല. പിന്നെ തലക്കെട്ട് എന്തിനാ അടിക്കുന്നേ? അമ്മേ അമ്മേ അനാമികയുടെ വീട്ടില് അച്ഛനും. എനിക്കൊരു ഫോണ്. സോറി അമ്മേ, ചുമ്മാ സോറി പറച്ചില്ല ശാംഭവി. എന്തിനാണോ എന്തോ വെറുതെ അങ്ങ് പറയാം സോറി. ദൈവമേ, എൻ്റെ കാലിൽ ചട്ടി ഇതുവരെ മാറിയില്ലേ. ഓക്കെ ശമ്പൂട്ടാ ഇങ്ങ വാ. എന്നാടാ എന്നാ എന്തിനാ ഈ കിടന്ന് ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേ? എന്നാ എന്തുവാടി? എന്റെ പൊന്നെ എടി എടി ഉദയം കൊച്ചൻ വീട്ടിലുണ്ട്. ഉദയം കൊച്ചന്റെ നീ കുറെ നേരമല്ലേ ചോദിക്കുന്നു ഉദയം കൊച്ചൻ എന്തിയാന്ന്? ബൈക്കില്ല. അതെയാ? കഥോ? ഇതിന് കഥ എന്നാണോ പറയുന്നത്? ഇത് നമ്മുടെ ഗേറ്റ്. വീടെടുക്കുന്നോ? കൊതുക്. എന്നെ നിന്റെ പ്രശ്നം എന്നാ? എന്നാ ആനാടി? ആണോ? ഭയങ്കര കൊതുക്. ഇവനത് വേണ്ട ഇപ്പൊ മറ്റേ ഫുഡ് ഇത് അവന്റെ ഇല്ല. നാട്ടെ അതുകൊണ്ടോ വെറുതെ വെച്ചിട്ട് ഇവിടെ കിടന്ന് കുറച്ചോണ്ടിരിക്കുക. ഇനി അവൻ എത്തത്തില്ലേ? നോക്ക് എത്തത്തില്ല. പിന്നെ അവനിപ്പോ തിന്നാത്തെ? അത് വേണ്ട ഇപ്പം. ആഹാ ഇത് കൊള്ളാം. ദേ നീ കിടക്കുന്ന അവിടെ 3-4 നിന്റെ കൂടെ പടർന്നതൊക്കെ തീറ്റയില്ല വെള്ളമില്ലാണ്ട് ആ പറമ്പിൽ കൂടെ കിടപ്പുണ്ട് രണ്ടി. കൊതുക്. എടി കൊച്ചേ, മീഷോയിലെ ചേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോൾ നീ തടഞ്ഞു നിർത്തി സാധനം മേടിച്ചാണോ? പിന്നെ അന്ന് വന്ന ചേട്ടനാണോ നിനക്ക് ഡ്രസ്സ് തന്നേ? ആ
ഓ ഞാൻ ഇറങ്ങിച്ചെന്ന് ഓർത്തായിരിക്കും. ഞാൻ ഇറങ്ങി നിൽക്കാവോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കാമെന്ന്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കുവാ. ആ ഓ എൻ്റെ ഒരു പേരിൻ്റെ ഒരു എനിക്ക് ഇതും കൂടെ ഇട്ടേക്കാവോ, എൻ്റെ കൈ ബിസി. അതല്ല ഇത് ഇട്ടേക്ക, ഇതിൻ്റെ കൊണ്ടുപോയിക്കോ. സംഭവം ഒന്ന് കാണിച്ചേ. അതൊന്ന് കാണിക്ക, അത് പൊട്ടാണ്. ഇത് കൊള്ളാം. പൊട്ട് പൊട്ട്. പേഴ്സോ? നിങ്ങൾ കണ്ടിട്ട് പേഴ്സായിട്ടാണോ തോന്നിയേ? ആ ബെസ്റ്റ്. അതോ ബാത്റൂമിൽ അല്ല കൊള്ളാലോടി. കൊച്ചുമ്പോ ഒരു കുശലം ചോദിച്ചല്ലേ? ഓ വാ അങ്ങോട്ട് പോവാ. എനിക്ക് കൊതുകടി കൊള്ളാൻ വയ്യ അങ്ങോട്ട്. മുടി കെട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലേ? രാവിലെ കുളിച്ചല്ലേ? മുടി ഇതുവരെ ഉണങ്ങിയില്ലേ? പിന്നെ എന്തേ മുടി കെട്ടി വെക്കാത്തെ? ഈ ശ്യാമളമ്മയുടെ ചെരുപ്പിട്ടോ നടക്കുന്നേ? അമ്മ എന്തിനമ്മ ഇവക്ക് ചെരുപ്പിടാൻ കൊടുക്കുന്നേ? ഈ ചെരുപ്പ് എന്തിനാ കൊടുക്കുന്നേ? അമ്മയുടെ ചെരുപ്പ് അവൾക്ക് ചെരുപ്പില്ലാഞ്ഞിട്ടാണോ? കാണിച്ചേ. ആർക്കെന്ന് വെച്ചാൽ ഇതൊക്കെ പിടിച്ചേടി ഷാമ്പു നാരായണി. എന്നെങ്കിൽ ഇതാ ഇവിടെ ഞാൻ നോക്കട്ടെ. ഇതാണ് പൊട്ട്, ഹാഫ് മൂൺ പൊട്ട് കണ്ടോ? ഓക്കേ ഓക്കേ എന്നാ പൊക്കോ. ആരുടെ ഉദയം കൊച്ചന്റെ അമ്മ ഇതെന്താ ഞാറാ ബ്രായിയോ? പ്രശ്നമുണ്ടോ കുട്ടിക്ക്? എനി പ്രോബ്ലം? ഞാൻ തുടങ്ങി രണ്ടുപേരും കൂടെ. നാരായണി നിനക്കിപ്പം നിനക്ക് എത്ര ചെരുപ്പുണ്ടെന്ന് നിനക്കറിയാമല്ലോ. നിനക്കിനി വീട്ടിലിടണമെങ്കിൽ ദേ താഴെ 100 രൂപ ചെരുപ്പ് പൊട്ടും. ഇങ്ങോട്ട് വയ്ക്കേ വന്ന് മേടിച്ചോ നീ. ആ പിന്നെ എന്തിനാ ഈ അമ്മയുടെ ചെരുപ്പിടുന്നേ? അപ്പൊ അമ്മയുടെ കൊള്ളത്തില്ലേ? എടീ ഇതേ വരുന്നേ. ഇതേ പച്ച ലാമ്പ് എടുത്തോണ്ട് എവിടുന്ന് വന്ന് അവിടുന്ന് കണ്ടില്ലേ? ചന്ദ്രത്തിരി നാട്ടിരിക്കുന്നു. അവളെടുത്ത് മണ്ടലോട്ട് വെച്ചേക്കുന്നേ. കൊച്ച് നിലത്തിരുന്നപ്പോ ശ്രദ്ധിക്കില്ല. അമ്മ അവളെ ഞങ്ങളുടെ ഒരുക്കം നിർത്തും. അമ്മ എല്ലാം ഇങ്ങനെ ഒരുക്കം നിർത്തും എടുത്തോണ്ട് വന്നാ അല്ലാമ്മ നിർത്തി തരുമോ? മേളിൽ അമ്മ തന്നെയാ വെച്ച. മേളില് നമ്മുടെ മുഖം ഇതല്ല, ഇതല്ല പറഞ്ഞോടി. ശ്യാമളമ്മയുടെ ജീവിതം കളഞ്ഞാലേ സമാധാനമുള്ളൂ എന്നൊക്കെ അല്ലേ ഈ പറയുന്നേ? ബുക്കവിടെ വെച്ചടി എന്റെ നാരായണി. അവള് പറയുമ്പോ ഒന്നുകൂടെ ആ ബുക്കിട്ട് അടിക്കുന്നുണ്ടോ? കണ്ടോ? അവിടെ വെച്ചേ, ബുക്കവിടെ വെച്ചേ. വെച്ചേതാ എടുത്ത് എല്ലാം ഇപ്പൊ എത്ര എണ്ണം കീറിയിട്ടുള്ള ഇത് സായി ഇതില്ലേ? സായി ബുക്കല്ലേ? ആ വേണ്ട കേട്ടോ. ആ ഞാൻ വായിപ്പിച്ചൊക്കെ തരാം. ഞാൻ വായിക്കുമ്പോ കേട്ടാ മതി. ഓക്കെ. ആ അപ്പന്തേ പാചകത്തിന്റെ മതിയോ? ചേട്ടാ അവിടെ വെച്ചേട്ടെ. അവിടെ എന്തോ ഒരു വെച്ച കേട്ടല്ലോ എൻ്റെ പൊട്ട്. കാണത്തില്ലേ? പട്ടി
എങ്ങോട്ടാടാ? അയ്യപ്പാ. ഞാനൊരു മരവും കിട്ടി പോയിക്കാനായിട്ട് കല വെക്കാനായിട്ട്. ഇത് കത്തുന്നു. വിളിച്ചു വരുത്തോ എന്നിട്ട് പേടിയാ. ഞാനത് ഓളിയും കുറച്ചതാ. ഭയങ്കര ദാഹം ഇന്ന്. പോടാ 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 ഇറക്കാം. അരുണോ? നീ അവനെ വിളിച്ചോണ്ട് വരണോ? കാറാനാണോ? ഹലോ റോക്കി എവിടെയാ സാധാരണ കിടക്കുന്നത്? നീ പറ. ഫ്രിഡ്ജ് പെട്ടിക്കകത്ത്. പിന്നെ എന്തിനാണ് ചോദിക്കുന്നേ? അപ്പൊ മേളിൽ അതിനൊരു കിരുത്തം കൂട്ടാ മതി. എന്നാൽ അത് അങ്ങോട്ട് നല്ല വൃത്തിയാക്കാം. ക്ലീൻ ചെയ്ത് സിംബായെ വിളിച്ചു വരുത്തും. എന്നിട്ട് അവൻ അടുത്ത് വരുമ്പോഴേക്കും കിടന്ന് കുറച്ചോട് കാർച്ച പന്ന സ്വഭാവമായി ഇപ്പൊ കൊച്ചിൻ്റെ ഇപ്പം വന്ന് വരുന്ന. അയ്യപ്പോ സിംബ അത്ര നല്ലതൊന്നുമല്ല, എന്നാലും നിന്റെ കാല് ഇതാക്കുന്നുണ്ട്. ഇപ്പൊ 2-3 പ്രാവശ്യമായി. ഇവിടെ പ്രാർത്ഥിച്ചില്ലേ നീ? ഞാൻ എടുത്തു. പാവയുടെ ഇത് നാമാവലി എടുത്തിട്ട് ദേവി പ്രാർത്ഥിക്കായിരുന്നു. സായി ബാബ. എന്തിന് എന്തിന്? അയ്യോ അലക്സ് മോനോ? ചെറുക്കാ നീ എങ്ങോട്ടേ കയറി പോന്നേ? അവൾ ഓടി വന്നാണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ മോനെ. കാണുന്നുണ്ടേ? അമ്മയുടെ അലമാരിക്കകത്ത് ഇപ്പൊ അമ്മയുടെ തുണി വെക്കാൻ നല്ല സ്ഥലമുള്ളത്. നിന്റെ ഡ്രസ്സിന് വേണ്ടി മാത്രം ഒരു ആ അലമാരിക്കകത്ത് ഒരു ആ വലിയ തട്ട് മൊത്തം തന്നിട്ടുണ്ട്. എത്ര നിനക്ക് കൂടെ എത്ര വേണേലും അവിടെ വെക്കാം. ഞാൻ പറഞ്ഞു ഈ നല്ല അടിപ്പ് ഇടുന്ന ഡ്രസ് ഉണ്ട്, പഴയ കുറേ ഉണ്ട്, എല്ലാം കൂടെ കൂത്തി അങ്ങോട്ട് വെച്ചിട്ട് എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് അലമാരി വെളിയിലോടെ. അമ്മയുടെ നാടോട്ട് പോണോ? ഞാൻ വേണേ പതിയെ കുറേശ്ശെ തരാമേ. ആ ഒറ്റ ഇതിൽ കൊണ്ടുപോവാതെ അത്യാവശ്യമുള്ള സാരിയൊക്കെ എടുക്ക്. ഞാനത് പതിയെ കൊണ്ട് തന്നാ പോരെ അമ്മയ്ക്ക്. എൻ്റെ ചുമ്മാ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഒരെണ്ണം ചൊവ്വായിട്ട് പൊക്കിയില്ല. അമ്മ ഇടത്ത് എത്രയാ?
നോക്കട്ടെ ഞാൻ ഇല്ല എന്നതിൻ്റെ